കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അലേമൺ നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ബാലോത്സവം 2026 സംഘടിപ്പിച്ചു. അലേമൺ പഞ്ചായത്തിലെ മുഴുവൻ ലൈബ്രറികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളിലെ സർഗാത്മകത വെളിപ്പെടുത്തുവാൻ കഴിയും വിധം ഉപന്യാസം, കഥാരചന, കവിതാരചന, ചിത്രരചന ഉൾപ്പെടെ വിവിധങ്ങളായ മത്സരങ്ങളോടെ സംഘടിപ്പിച്ച ബാലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ആനന്ദ് ഉദ്ഘാടനം ചെയ്തു. മീൻകുളം സനാതന ലൈബ്രറി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയുടെ സമാപന യോഗം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രദീപ് കണ്ണങ്കോട് ഉദ്ഘാടനം ചെയ്തു. വായിച്ചാൽ മനസ്സ് പ്രപഞ്ചം പോലെ വികസിക്കും, മനസ്സിന്റെ വ്യായാമമാണ് വായനയെന്നും പ്രദീപ് കണ്ണങ്കോട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കൂടുന്നു, വായിക്കുന്നവരുടെ എണ്ണം കുറയുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിനകത്ത് കുറച്ചൊക്കെ യാഥാർത്ഥ്യവുമുണ്ട്. എനിക്ക് നിങ്ങളുടെ അടുത്ത്, ഈ കൊച്ചുകുട്ടിയുടെ അടുത്ത് ഐശൂടിരിപ്പുണ്ട്, കൊച്ചുകുട്ടികളുടെ അടുത്ത് പറയുവാനുള്ളത്, നിങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ മനസ്സ് പ്രപഞ്ചം പോലെ വികസിക്കും. യാതൊരു സംശയവുമില്ല. നമ്മുടെ മനസ്സിനുള്ള വ്യായാമമാണ് വായന. ശരീരത്തിനുള്ള വ്യായാമം, ജിമ്മിൽ പോയാൽ നല്ല ഒന്നാന്തരമായിട്ട് മസിൽ വരും. ഒരു അക്ഷരം വായിച്ചില്ലെങ്കിലും മസിൽ ഉണ്ടാവും. ശരീര സൗന്ദര്യ മത്സരത്തിൽ ഒന്നാമനാവുകയും ചെയ്യാം. പക്ഷേ മനസ്സിന്റെ വികാസത്തിന് പ്രപഞ്ചം പോലെ വികസിക്കണമെന്നുണ്ടെങ്കിൽ വായന മാത്രമേ ഉള്ളൂ. വായന ഒരു പ്രതിരോധവുമാണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, അത് പുത്തനൊരായുധം ആകും നിനക്കത്. ഇത് ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ബ്രെക്തോൾഡ് ബ്രെക്ത് എന്ന് പറയുന്ന നാടകകൃത്ത്, ചിത്രകാരൻ, സിനിമാ സംവിധായകൻ, സിനിമാ നിർമ്മാതാവ്. നേതൃസമിതി കൺവീനർ എസ് കെ നിഷാദ് അധ്യക്ഷത വഹിച്ചു. ഏരൂർ SI ഷാജഹാൻ, വർഗീസ് ചാക്കോ, വൈ യോഹന്നാൻ, സജീവ് പങ്കലങ്ങാട്ടിൽ, ധ്രുവകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. 83 പോയിന്റുകളോടെ കരുകോൺ സമദർശിനി ലൈബ്രറി ഓവറോൾ ചാമ്പ്യന്മാരായി ജോസ് മാത്യു ആനിത്തോട്ടത്തിൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി സ്വന്തമാക്കി. നല്ല ഒരു കയ്യടി നൽകാം. സമദർശിനി ഗ്രന്ഥശാല ഓവറോൾ കരസ്ഥമാക്കിയിരിക്കുന്നു. സമദർശിനി ഗ്രന്ഥശാല 26 പോയിന്റുകളോടെ മീൻകുളം സനാതന ലൈബ്രറി 2ാം സ്ഥാനത്തെത്തി. നാട്ടുവാർത്ത, അഞ്ചൽ.